നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഭൂപതിവ് നിയമചട്ട ഭേദഗതിക്ക് സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം. വിജ്ഞാപനം ഒരാഴ്ചയ്ക്കകമെന്ന് റവന്യൂ മന്ത്രി. സർവേ റെക്കോർഡുകൾ ഇനി എളുപ്പത്തിൽ കിട്ടും. സർവേ ഭവനിൽ കിയോസ്ക് സംവിധാനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കലിന് സർവേയർമാരുടെ കുറവ് നികത്തുമെന്ന് റവന്യൂ മന്ത്രി. പതിറ്റാണ്ടുകളായി നിലനിന്ന പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിൽ മുന്നേറാറായതായി മന്ത്രി കെ രാജൻ. 25 സെന്റിൽ താഴെയുള്ള ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ ഈ വർഷം തന്നെ തീർപ്പുണ്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി. പ്രത്യേക അദാലത്തിന് ഒക്ടോബർ 3 തൃശൂരിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നിയമസഭ പാസാക്കിയ ഭൂപതിവ് ചട്ടം സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരാഴ്ചക്കകം ഇത് സംബന്ധിച്ച സർക്കാർ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ചട്ടം പ്രസിദ്ധീകരിച്ച സമയം മുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി മുതൽ ഇടുക്കി ജില്ലയിലെ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും പട്ടയഭൂമിയിലെ വീടുകളെല്ലാം ക്രമവൽക്കരിക്കേണ്ടി വരും എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. പട്ടയം അനുവദിച്ച ചട്ടപ്രകാരം വീട് നിർമ്മാണം അനുവദനീയമാണെങ്കിൽ അത്തരം ഭൂമികളിലെ വീടുകളൊന്നും ക്രമവൽക്കരിക്കേണ്ടതില്ല. റബ്ബർ കൃഷിക്കും മറ്റും മാത്രമായി അനുവദിക്കപ്പെട്ട ഭൂമിയിൽ വരുന്ന നിർമ്മാണങ്ങൾ ചട്ടപ്രകാരം ക്രമവൽക്കരിക്കണം. നിലവിലെ പട്ടയങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിച്ചാൽ 95% വീടുകൾക്കും ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കേണ്ടതില്ല. പട്ടയരേഖകൾ ഇല്ലാത്തവർക്ക് ക്രമവൽക്കരണത്തിന് അപേക്ഷിക്കാൻ കഴിയില്ലെന്ന തെറ്റായ പ്രചരണവും നടക്കുന്നുണ്ട്. നിജസ്ഥിതി സർട്ടിഫിക്കറ്റിന് അടിസ്ഥാനത്തിൽ ഇതിനും പരിഹാരമുണ്ടെന്ന് ഭൂപതിവ് ഭേദഗതി ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്രമവൽക്കരണത്തിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ ഓഫീസുകൾ അനിവാര്യമാണെന്ന് സബ്ജക്ട് കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് കൂടുതൽ സഹായകരമാകും. ടൂറിസം നിർമ്മാണങ്ങൾ ക്രമവൽക്കരിക്കാൻ ഭേദഗതി വരുത്തിയ ചട്ടത്തിൽ ന്യായവിലയുടെ 10% ഫീസ് ഏർപ്പെടുത്തിയിരുന്നത്. സബ്ജക്ട് കമ്മിറ്റിക്ക് ലഭിച്ച നിർദ്ദേശം പരിഗണിച്ച് ഇത് 5% കുറച്ചു. ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് ഈ ഇളവ് വരുത്തിയതെന്നും മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. മുൻകാല സർവേ രേഖകൾ ഇനി വേഗത്തിൽ ലഭിക്കും. ഇതിനായി സർവേ ഡയറക്ടറേറ്റിൽ കിയോസ്ക് സംവിധാനവും ഹെൽപ്പ് ഡെസ്കും ഒരുക്കി. ഫയൽ നടപടികളില്ലാതെ ഫീസ് അടച്ച് ആർക്കും സ്വയം രേഖകൾ പ്രിന്റ് ചെയ്തെടുക്കാൻ ആകും. ഡിജിറ്റൽ സർവേ രേഖകളും ഇവിടെ നിന്ന് ലഭിക്കും. കിയോസ്ക് സംവിധാനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ലാൻഡ് റവന്യൂ വകുപ്പ് കമ്മീഷണർ കെ ജീവൻ ബാബു, സർവേ ഭൂരേഖാ വകുപ്പ് ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, അഡീഷണൽ ഡയറക്ടർ സതീഷ് കുമാർ PS, വാർഡ് കൗൺസിലർ രാഖി രവികുമാർ എന്നിവർ പങ്കെടുത്തു. എന്റെ ഭൂമി ഡിജിറ്റൽ സർവേയുടെ ഭാഗമായാണ് പഴയ സർവേ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. നിലവിൽ 530 വില്ലേജുകളിലെ രേഖകൾ പോർട്ടലിൽ ലഭ്യമാണ്. ഇതുവരെ തിരുവനന്തപുരത്തെ സെൻട്രൽ സർവേ ഓഫീസിൽ നേരിട്ടെത്തി രേഖകൾ വാങ്ങേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായി രേഖകൾ ഡൗൺലോഡ് ചെയ്യാം. പോർട്ടലിൽ ലഭ്യമല്ലാത്ത രേഖകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്. ഡയറക്ടറേറ്റിലെത്തുന്നവർക്ക് കിയോസ്ക് സംവിധാനം ഉപയോഗിക്കാനും ആകും. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്കുള്ള സർവേ വേഗത്തിൽ പൂർത്തിയാക്കാൻ സർവേയർമാരുടെ കുറവ് പരിഹരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തിരുവനന്തപുരം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവേയർമാരുടെ അഭാവത്തിൽ പദ്ധതി നിർവഹണം മുടങ്ങാനാവില്ല. വേണ്ടിവരുന്ന സർവേയർമാരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. റവന്യൂ സെക്രട്ടേറിയറ്റ് തീരുമാനം അനുസരിച്ച് വില്ലേജ് ഓഫീസർമാർ അടക്കം ജീവനക്കാർക്ക് അവധി അനുവദിക്കുന്നതിൽ നിയന്ത്രണം കർശനമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. പട്ടയം, ഡിജിറ്റൽ സർവേ, ഭൂമിയും വീടും അനുവദിക്കുന്നതിനുള്ള ഇനം മാറ്റം, വില്ലേജ് ഓഫീസിന് സ്ഥലം അനുവദിക്കൽ, സ്മാർട്ട് വില്ലേജ് നിർമ്മാണം, റവന്യൂ ടവർ നിർമ്മാണം, ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി MLA മാർ ഉന്നയിച്ച വിഷയങ്ങൾക്ക് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി പറഞ്ഞു.
ഭൂമി തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടി ലഭിച്ച അപേക്ഷകളിൽ 25 സെന്റിന് താഴെയുള്ളവ ഈ വർഷം തന്നെ തീർപ്പുണ്ടാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇതിനായി സംസ്ഥാനത്ത് പ്രത്യേക അദാലത്തുകൾക്ക് ഒക്ടോബർ 3-ന് തൃശൂരിൽ തുടക്കമാകുമെന്നും ആലപ്പുഴ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഐതിഹാസികമായ മാറ്റങ്ങളാണ് കേരളത്തിൽ റവന്യൂ വകുപ്പ് നടത്തിവരുന്നത്. 1957 പ്രഥമ സർക്കാർ മുതൽ 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം വരെ വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിയേക്കാൾ കൂടുതൽ കിഫ്ബി വന്ന ശേഷം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട്. ഇത്തരം ഭൂമിയുടെ സർവേ നടപടികൾക്ക് കൂടുതൽ സർവേയർമാരെ ലഭ്യമാക്കുവാൻ ഇടപെടൽ നടത്തിയതായി മന്ത്രി പറഞ്ഞു. ഡിജിറ്റലൈസേഷനിൽ റവന്യൂ വകുപ്പ് ലോക നിലവാരത്തിൽ എത്തിയതായാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. റവന്യൂ വിഷയങ്ങളിൽ കളക്ടർമാർ അടക്കം ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇടപെടൽ അഭിമാനകരമാണെന്നാണ് കേന്ദ്ര ലാൻഡ് റവന്യൂ വിലയിരുത്തിയിരിക്കുന്നതെന്നും കേന്ദ്ര സെക്രട്ടറിയെ ഉദ്ധരിച്ച് മന്ത്രി പറഞ്ഞു. ജില്ലയിലെ സ്മാർട്ട് വില്ലേജ്, പട്ടയം ഡിജിറ്റൽ സർവേ, MLA ഡാഷ്ബോർഡ് എന്നിവയിലെ സ്ഥിതിവിവര റിപ്പോർട്ട് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് റവന്യൂ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. 1458 പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്തു. MLA ഡാഷ്ബോർഡിൽ ലഭിച്ച 194 അപേക്ഷകളിൽ 162 തീർപ്പാക്കിയതായും കളക്ടർ അറിയിച്ചു. റോഡ്, പാലം എന്നിവയ്ക്ക് ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക, പട്ടയ അപേക്ഷകൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി, വികസന പദ്ധതികൾക്കുള്ള ഭൂമി ഇനം മാറ്റം, ഭൂമി തരം മാറ്റം, താലൂക്ക് ഓഫീസുകൾക്ക് വാഹനം തുടങ്ങി MLAമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അടിയന്തര പരിഗണനയ്ക്ക് എടുത്തു. ഡിജിറ്റൽ റീസർവേ 3-ാം ഘട്ടത്തിന്റെ വേഗതയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനും തീരുമാനമായി. അരിപ്പ ഭൂമി പ്രശ്നത്തിന് വൈകാതെ പരിഹാരമാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൊല്ലം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പറഞ്ഞു. ഒക്ടോബർ മാസത്തിൽ ഭൂമി വിതരണം ചെയ്യുന്ന വിധത്തിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നും റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. കൊല്ലം ജില്ലയിലെ പട്ടയ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടികൾ ഊർജിതമാക്കണം. അടിയന്തരമായി പട്ടയ മിഷൻ നോഡൽ ഓഫീസർമാരുടെയും ഡെപ്യൂട്ടി കളക്ടർമാരുടെയും യോഗം ചേർന്ന് പ്രതിമാസ അവലോകനം നടത്തി പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. 2026 ജനുവരി അവസാനത്തിൽ മഹാപട്ടയമേളകൾ നടത്തി സർക്കാർ ലക്ഷ്യമിട്ട 3 ലക്ഷം പട്ടയ വിതരണം സാധ്യമാക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ കളക്ടർ N ദേവിദാസ് കൊല്ലം ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വിവിധ ദിവസങ്ങളിലായി നടന്ന തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കൊല്ലം എന്നീ ജില്ലകളുടെ റവന്യൂ അസംബ്ലികളിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, GR അനിൽ, MB രാജേഷ്, J ചിഞ്ചുറാണി, ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതിനിധി, MLAമാരായ കടകംപള്ളി സുരേന്ദ്രൻ, DK മുരളി, V ശശി, IB സതീഷ്, G സ്റ്റീഫൻ, VK പ്രശാന്ത്, ആന്റണി രാജു, CK ഹരീന്ദ്രൻ, V ജോയ്, M വിൻസെന്റ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി C കാപ്പൻ, മോൻസ് ജോസഫ്, CK ആശ, ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, KD പ്രസേനൻ, K ബാബു, N ഷംസുദ്ദീൻ, A പ്രഭാകരൻ, P മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹ്സിൻ, K പ്രേംകുമാർ, PP സുമോദ്, H സലാം, PP ചിത്തരഞ്ജൻ, തോമസ് K തോമസ്, MS അരുൺകുമാർ, U പ്രതിഭ, ദലീമ ജോജോ, PS സുബാൽ, GS ജയലാൽ, M നൌഷാദ്, PC വിഷ്ണുനാഥ്, ഡോക്ടർ സുജിത് വിജയൻപിള്ള, കോവൂർ കുഞ്ഞുമോൻ തുടങ്ങിയവർ മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. റവന്യൂ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു K, റവന്യൂ അഡീഷണൽ സെക്രട്ടറി A ഗീത, സർവേ ഡയറക്ടർ C റാം സാംബശിവറാവു, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K മീര തുടങ്ങിയ റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.